ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് അടക്കം ഇന്ന് തുടർച്ചയായി ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 82 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 24,168 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 57,963 ക്ലോസ് ചെയ്തപ്പോൾ 378 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 255 പോയിൻറ്റ്സ് ഉയർന്ന് 62,379 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 82 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 18,705 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12.67 സെൻസെക്സ് 254 പോയിൻറ്റ്സ് ഉയർന്ന് 77,409 ക്ലോസ് ചെയ്തു. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 3,516 കോടിയുടെ ബൈങ് ആണ് നടത്തിയത്. FIയുടെ ഭാഗത്ത് നിന്ന് 1,025 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,853 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 23,989 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 24,085 ക്ലോസ് ചെയ്തു, ഇന്ന് തേഴ്സ്ഡേ 24,168 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റിയിൽ 545 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 2.31% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,168 നിൽക്കുമ്പോൾ 7.51% ലോസ് ആണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ജൂൺ 2025 25,517 നിഫ്റ്റി ഇന്ന് 24,168 നിൽക്കുമ്പോൾ 5.29% ലോസ് ആണ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,713 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,291 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സാണ് റെഡിൽ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി ഓട്ടോ 22 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 26,746 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 218 പോയിൻറ്റ്സ് ഉയർന്ന് 40,457 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,581 ക്ലോസ് ചെയ്തപ്പോൾ 177 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി FMCG 98 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 49,654 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 150 പോയിൻറ്റ്സ് ഉയർന്ന് 15,553 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 29 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 9,499 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT എന്ന് 343 പോയിൻറ്റ്സ് ഇടിയെ കണ്ടു 28,466 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 8 പോയിൻറ്റ്സ് ഉയർന്ന് 1,513 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 1 പോയിൻ്റ് കുറവുണ്ടായി 13,010 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് 11,303 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 24,282 ക്ലോസ് ചെയ്തപ്പോൾ 135 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 57 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 8,770 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 5 പോയിൻറ്റ്സ് ഉയർന്ന് 820 ക്ലോസ് ചെയ്തു. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ഹെൽത്ത് കെയർ 6.27% നല്ല റാലി നടത്തി. ഇന്റർഗ്ലോബൽ ഏവിയേഷൻ 2.73% റാലി നടത്തി. ട്രെൻഡ് 2.48%, ഭാരത് ഇലക്ട്രിക് 2.08%, അദാനി എന്റർപ്രൈസ് 2.08%, NTPC 1.80%, HDFC Life 1.63%, SBI 1.58%, HDFC Bank 1.51% and Asia Motors 1.23% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 2.61% ഫോളോ കണ്ടു. ടാറ്റ കൺസ്യൂമർ 1.16% ഫോളോ നടത്തി. മാരുതി സുസുക്കി 1.07%, ടെക് മഹീന്ദ്ര 1.01%, TCS 0.89%, വിപ്രോ 0.88%, കോൾ ഇന്ത്യ 0.82%, നെസ്ലെ ഇന്ത്യ 0.49%, Shriram Finance 0.48%, and HCL Tech
0.43% ഫോളോ നടത്തി. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.